Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്റ്റിന്റെ എക്സാം ഡേറ്റ് വന്നു, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ എക്സാം വരുന്നത് 13-ാം തീയതിയാണ്, ജൂൺ മാസം 13-ന് ഒരു വ്യാഴാഴ്ചയാണ് നമ്മുടെ എക്സാം വരുന്നത്. അതും രാവിലെ 7:15 മുതൽ 9:15 വരെ. കുറേ അധികം ഉദ്യോഗാർത്ഥികളുടെ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ ഈ സാനിറ്ററി കെമിസ്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലായിരുന്നവർക്കും ഒക്കെ അറിയാം, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു, നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ ഓരോ മൊഡ്യൂളും കവർ ചെയ്തു, നല്ല കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് വായിച്ച് പഠിച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ക്വിസിലൂടെയും അതുപോലെ നമ്മുടെ റിവിഷൻ ടെസ്റ്റിലൂടെയും. ഓരോ മൊഡ്യൂൾ 10 മൊഡ്യൂൾ ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ കെമിസ്ട്രി മൈക്രോബയോളജിയുടെ 3ഓളം സബ്ജക്ട്സ് വരുന്ന 10 മൊഡ്യൂളുകൾ. ഈ 10 മൊഡ്യൂൾ നല്ല രീതിയിൽ പഠിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ വീക്ക് ഏരിയാസ് ഇതിനോടകം തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഏതാണ് ബുദ്ധിമുട്ട്, അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അറിയാം ഏതാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുന്നതിലാണോ നമ്മുടെ മിസ്റ്റേക്ക് ഉള്ളത്, പഠിക്കുന്നതിന്റെ പോരായ്മയാണോ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എത്ര സ്കോർ വരുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോൾസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് 10 ദിവസം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? ഇനിയും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീക്ക് ഏരിയാസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വട്ടം നമ്മൾ വീക്ക് ഏരിയാസ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അനലൈസ് ചെയ്യാത്തവർ വീക്ക് ഏരിയാസ്, ഇനി ഏതാണ് ടഫായിട്ട് തോന്നുന്നത്, അതൊന്ന് മുറുകെ പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു റിവിഷൻ പ്ലാൻ ആദ്യം നോക്കാം. റിവിഷൻ പ്ലാൻ നോക്കിയിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ഒരു റിവിഷൻ ഡേയ്സ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിവിഷൻ ഡേയ്സിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇനി നമുക്ക് കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 10 ദിവസമാണ് നമുക്ക് 10 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ ദിവസം ഓരോ മൊഡ്യൂളിന് അലോട്ട് ചെയ്യുക. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ മൊഡ്യൂൾസ് സ്ട്രോങ് ആയി പഠിച്ച് കഴിഞ്ഞവരുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ ഇനി അതിനകത്ത് നോക്കാനില്ല എന്നുള്ള രീതിയിൽ ചിലർക്കെങ്കിലും മൈക്രോബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മൈക്രോബയോളജി ഈസി ആയിരിക്കും, കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കെമിസ്ട്രി ഈസി ആയിരിക്കും, ഇനി ബയോകെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതും ഈസി ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ളവരുണ്ട്, അതായത് ഓൾറെഡി ആ ഒരു സബ്ജക്റ്റിനകത്ത് വെൽ വേഴ്സ്ഡ് നോളേജ് ഉണ്ട്, നല്ല രീതിയിൽ അറിയാം. ഇനി എവിടെ തലങ്ങും വിലങ്ങും ചോദിച്ചാലും അവർക്ക് ഇനി കൺഫ്യൂഷൻ ആവാൻ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു സ്ട്രോങ് സബ്ജക്റ്റ് എങ്കിലും ഈ ഒരു കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കും. ബയോകെമിസ്ട്രി ഉള്ളവർ, മൈക്രോബയോളജി ഉള്ളവർ, കെമിസ്ട്രി ഉള്ളവർ, ഇവർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റിന് കുറച്ച് കൂടുതൽ ടൈം സ്പെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യാനായിട്ടൊരു റിവിഷൻ പ്ലാൻ വേണമെന്നാണെങ്കിൽ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിനും അലോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2-ാം തീയതി നമ്മൾ പഠിക്കുന്നത് എൻവയോൺമെന്റൽ മൈക്രോബയോളജി ആണ്. ഓടിച്ച് റിവൈസ് ചെയ്യാനായിട്ടോ പറയുന്നത്. നമുക്കറിയാം ഓരോ മൊഡ്യൂളിലും നമുക്ക് 5ഓളം സബ് ടോപ്പിക്സ് വരുന്നുണ്ട്, അത്യാവശ്യം വലിയ സബ് ടോപ്പിക്സ് ആണ്. പക്ഷെ എങ്കിലും നിങ്ങൾ പഠിച്ചെത്തിയവരാണ്, ഇനി എന്താ ചെയ്യാനുള്ളത്? റിവൈസ് ചെയ്യാനുള്ളവരാണ്. നല്ല രീതിയിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്ന് ഓടിച്ച് നോക്കുക, ക്ലാസ്സുകൾ ഒന്നും കൂടെ കേട്ട് നോക്കുക, അതുപോലെ നല്ല രീതിയിൽ നോട്ട്സ് ഒന്ന് വായിക്കുക, ക്വിസ് പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ റിവിഷൻ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഇതിങ്ങനെ ഓരോ ദിവസവും ചെയ്തു വരാം. 2-ാം തീയതി നമ്മൾ എൻവയോൺമെന്റൽ മൈക്രോബയോളജി പഠിക്കുന്നു, അതിലെ എല്ലാ ടോപ്പിക്സും ഒന്ന് വായിച്ചു പോകുന്നു, ക്വിസ് അറ്റൻഡ് ചെയ്യുന്നു, റിവിഷൻ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുന്നു. 3-ാം തീയതി ഫിസിക്കൽ കെമിസ്ട്രിയുടേത് ഇതേപോലെ നമ്മൾ റിവൈസ് ചെയ്ത് വരുന്നു. 4-ാം തീയതി എൻസൈമോളജി, 5-ന് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബയോളജി, 6-ാം തീയതി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രി, അതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻസ് ഓഫ് ലൈഫ് ആണ് 7-ാം തീയതി. 8-ാം തീയതി മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ, 9-ന് ബയോകെമിക്കൽ ടെക്നിക്സ്, 10-ന് കെമിസ്ട്രി ഓഫ് വാട്ടർ, 11-ന് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. അങ്ങനെ നമ്മുടെ ആ ഒരു 10 മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. നല്ല രീതിയിൽ ഓരോ ദിവസവും നമ്മൾ അലോട്ട് ചെയ്തു, ഓരോ മൊഡ്യൂൾ നല്ല വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു, റിവിഷൻസ് കംപ്ലീറ്റ് ചെയ്തു. 12-ാം തീയതി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. ഇനി ഒന്നും കൂടെ പഠിച്ചല്ലേ, നമ്മൾ ആദ്യം റിവിഷൻ ഒക്കെ ചെയ്തു, നമ്മളൊന്ന് പഠിച്ചെത്തിയിട്ടാണ് ഈ റിവിഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത 2-ാമത്തെ റിവിഷൻ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന നമുക്ക് ഇനിയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചില ഏരിയാസ് ഉണ്ടല്ലോ, അത് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 12-ാം തീയതി ടഫായിട്ട് തോന്നുന്നു, നമ്മൾ മറന്നു പോകുന്ന ഏരിയാസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് 12-ന് റിവൈസ് ചെയ്യും. മൊത്തം ഇതിനകത്ത് നിങ്ങളുടെ വീക്ക്നെസ്, സ്ട്രെങ്ത്, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിവേചിക്കാനായിട്ട് പറ്റണം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്സ് വന്നാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റും, ഏത് ടോപ്പിക്സ് നിങ്ങൾ കുറച്ച് വീക്കാണ്. കെമിസ്ട്രി പ്രോബ്ലംസ് വീക്കായവരുണ്ട്, കെമിസ്ട്രി പ്രോബ്ലംസ് എങ്ങനെ ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ചിലതെങ്കിലും എമിറ്റ് ചെയ്യുക,
അത് കുഴപ്പമില്ല. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അറിയുന്നത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, നെഗറ്റീവ് വരുത്താതിരിക്കുക എന്നുള്ളതാണ്. എല്ലാം കയറി അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നല്ല രീതിയിൽ പഠിച്ചത് ഏത് എന്ന് വ്യക്തമായ ബോധ്യമുള്ളവർക്ക് മാത്രമാണ് നെഗറ്റീവ് വരുത്താതെ എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാം ഒരു അവിയൽ പരുവത്തിൽ ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ ഓർമ്മയുണ്ട്, ധാരണയുണ്ടെന്ന് വെച്ചാൽ ധാരണയുണ്ട്, എങ്കിലും ഉറപ്പില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കരുത്. ഉള്ളത് സ്ട്രോങ് ആയിട്ട് പഠിച്ചു പോവുക, ഉള്ളത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോവുക, അത് നിങ്ങൾ സെക്യൂർ ചെയ്യുക, ആ മാർക്ക് നിങ്ങൾ സേവ് ചെയ്യുക. ഉള്ളതിനകത്ത് നിന്ന് നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോർ ചെയ്ത മാർക്ക് പോവാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ റിവിഷൻ ഡേയ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറയണത്. റിവൈസ് ചെയ്ത് കഴിഞ്ഞ് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിവിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെ ടോപ്പിക് ഇതിനകത്ത് ഞാൻ ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ കൺഫേം ആയിട്ട് എഴുതും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊന്ന് എഴുതി വെക്കുക. ഇനിയും ടഫായി തോന്നുന്നത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അത് 12നും ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ടും ടഫായത് വിടുക. അതായത് നമ്മളെപ്പറ്റി നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഏതിലൊക്കെ സ്ട്രോങ് ആണ്, ഏതിലൊക്കെ വീക്ക് ആണ്, എവിടെയൊക്കെ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മുന്നേ അറിഞ്ഞിരിക്കണം. ചുമ്മാ അങ്ങ് പോയി എക്സാം എഴുതി എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് വരരുത്. നമുക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ്, നമുക്ക് ഉറപ്പുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ 13ാം തീയതിയിലത്തെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അപ്പം ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഇത് നല്ല രീതിയിൽ അനലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചുമ്മാ അങ്ങ് പോയി ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക. അറിയാത്തത് വിട്ട് കളയാനുള്ള മനസ്സും ഉണ്ടാവുക. ഓക്കെ, ഈ റിവിഷൻ ഡേയ്സ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ റിവിഷൻ ഡേയ്സിൽ ഉണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡാണ്. അതായത് പലരും പാനിക് ആവുന്ന ഒരു ടൈമാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും, 10 ദിവസമേ ഉള്ളൂ, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്. പഠിച്ചിട്ട് ചിലത് കിട്ടാതാവുമ്പോൾ അപ്പം തന്നെ അങ്ങ് ഡൗൺ ആയി പോകുന്നവരും ഉണ്ട്. ഞാൻ എത്രയൊക്കെ പഠിച്ചു, ഞാൻ അത്യാവശ്യം സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു, നല്ല രീതിയിൽ 2 മാസക്കാലം പഠിച്ചു, ഇനി നമ്മുടെ റിവിഷൻ നന്നായി ചെയ്യുന്നു, ഇനിയും എനിക്ക് ചില ടോപ്പിക്ക് കിട്ടുന്നില്ലല്ലോ, ഇനിയും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണല്ലോ എന്ന് ആലോചിക്കാതെ ഓരോ ക്വസ്റ്റ്യൻസും കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് ഈ റിവിഷൻ ഡേയ്സിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോഴെങ്കിലും ഞാനത് തിരുത്താനും കാണാനും ഒക്കെ സാധിച്ചല്ലോ, ഇതൊന്ന് നോക്കാൻ, ഈ ക്വസ്റ്റ്യൻ എൻ്റെ കൺമുമ്പിൽ എത്താനായിട്ടൊരു അവസരം ഉണ്ടായല്ലോ എന്ന് മാത്രം ആലോചിക്കുക. പുതിയ ചോദ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് മാത്രം ആലോചിക്കുക. അല്ലാതെ പാനിക് ആവാതിരിക്കുക. ടെൻഷൻ നിങ്ങളുടെ ഉള്ള മാർക്കിന് കളയും. അത് മാത്രമല്ല, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എക്സാമിന് പോയാൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അയ്യോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിച്ചല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളതെല്ലാം തെറ്റിച്ചു പോകുന്നവരുമുണ്ട്. അപ്പൊ ഈ ഒരു ടെൻഷൻ നിങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നല്ല രീതിയിൽ പഠിക്കുക മാത്രമല്ല, ടെൻഷൻ ഫ്രീ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓരോ ദിവസം നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. ഈ 10 ദിവസത്തെ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഓരോ ദിവസം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച ടോപ്പിക്സ് ഒക്കെ ടിക്കിട്ട് പോയിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനവും ഒക്കെ ഉണ്ടാവണം. അതായത് നിങ്ങൾക്കൊരു സന്തോഷമായിട്ട് നിങ്ങൾ ആ ഒരു ദിവസം വൈൻഡ് അപ്പ് ചെയ്ത് കിടന്നുറങ്ങുക. ഇനിയും പോർഷൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയ്യോ അടുത്ത കെമിസ്ട്രി ടോപ്പിക് ഞാൻ പഠിച്ചില്ലല്ലോ, ഇങ്ങനെ വിചാരിക്കാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ഓരോ ദിവസത്തെയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൽ സന്തോഷിക്കുക. അപ്പൊ എല്ലാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നല്ല റിലാക്സ്ഡ് ആയിട്ട് പോയി കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആ ദിവസം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ദിവസം എന്നിങ്ങനെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളൊരു വീക്ക് ഏരിയാസ് അനലൈസ് ചെയ്യുക, നമ്മളത് കറക്റ്റ് ചെയ്യുക എന്നൊരു മാത്രം ഉള്ളൊരു മൈൻഡ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ടെൻഷൻ ആവാനോ പാനിക് ആവാനോ ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾ ശ്രമിക്കരുത്. എക്സാമിനും അത്രയും കൂളായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും ട്രിക്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എക്സാമിനോടനുബന്ധിച്ച് എക്സാമിന്റെ ഡേറ്റിനോടനുബന്ധിച്ച് നമ്മൾ അതിനൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ടെൻഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും അഡ്വൈസസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു 10 ദിവസമാണ് നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചു പോവുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ
തോട്ട്സ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ സജഷൻസ് പറയാം കേട്ടോ. കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്റ്റിന്റെ ഫൈനൽ പ്രിപ്പറേഷൻ നിങ്ങളുടെ മാറ്റുകൂട്ടുന്നതിനായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ഒന്നല്ല, 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണുള്ളത്? കെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, അതുപോലെ ബയോ കെമിസ്ട്രി ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ MCQs ഉണ്ടായിരിക്കുക. മാത്രമല്ല വെയിറ്റേജ് എങ്ങനെയാണോ വരുന്നത്, എത്ര മാർക്കിലാണോ ആ ഒരു പോർഷൻ ഉള്ളത്, അതനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻസേഴ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസും ഉണ്ടായിരിക്കും. ഇതൊരു കംപ്ലീറ്റ് എക്സാം എക്സ്പീരിയൻസ് ആയിരിക്കും. കേരള PSCയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതേ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പൊ 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ മോക്ക് ടെസ്റ്റും, ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നമ്മുടെ സിലബസിന്റെ അത്യാവശ്യം നിങ്ങൾ കവർ ചെയ്ത് റിവിഷൻസ് ഒക്കെ ചെയ്ത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്ത് അതിനുശേഷം നമ്മുടെ തെറ്റുകൾ തിരുത്തി അടുത്ത മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിലൂടെ നമ്മുടെ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഒരു എക്സാം എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നല്ല, 2 എക്സാംസ് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യത്തെ എക്സാമിൽ നിങ്ങളുടെ പോരായ്മകൾ തിരുത്തി, തെറ്റുകൾ തിരുത്തി പഠിച്ച് അടുത്തൊരു ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉപകാരപ്പെടുത്തിയെന്ന് ആശംസിക്കുന്നു. അപ്പൊ ഈ മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ സജഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ക്ലാസ്സുകൾ. അപ്പൊ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.